നമസ്കാരം. ഇന്ത്യയെ എത്ര ചൊറിഞ്ഞിട്ടും മതിവരാതെ ഇരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. എങ്ങനെയൊക്കെ ഇന്ത്യയെ ഉപദ്രവിക്കാൻ സാധിക്കുമോ ആ വഴിയൊക്കെ നോക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. കാരണം ട്രംപിന് തീരെ അങ്ങ് ദഹിക്കാത്ത കാര്യമാണ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം. അത് അവസാനിപ്പിക്കാൻ ട്രംപ് ഇറക്കിയ താരിഫ് കാർഡൊക്കെ ഇന്ത്യ പ്രതിരോധിച്ചു. ഇതോടെയാണ് ഇന്ത്യയെ അങ്ങ് ആക്രമിക്കാനുള്ള തീരുമാനത്തിലെത്തിയത്. അതാണ് പാകിസ്ഥാനുമായി ഗൂഢാലോചന നടത്തിയത്. അതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ വീണ്ടും അമേരിക്കയിലേക്ക് വരാൻ പോകുന്നത്. 2 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് അസീം മുനീർ അമേരിക്ക സന്ദർശനം നടത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാകുന്നതിന്റെ സൂചനയാണ് സന്ദർശനം എന്നാണ് വിലയിരുത്തലെങ്കിലും ഇതിൽ മറഞ്ഞിരിക്കുന്ന ഉദ്ദേശം ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചന തന്നെയാണ്. പകൽഗാം ആക്രമണത്തിന് പിന്നാലെ ലോകത്ത് ഭീകരത വളർത്തുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് തുറന്നുകാട്ടാനായി ഇന്ത്യ ലോകരാജ്യങ്ങളെ പ്രതിനിധികളെ അയച്ച സമയത്തായിരുന്നു കുറില്ലയുടെ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവന. അപ്പൊ പിന്നെ അമേരിക്കയ്ക്ക് തീവ്രവാദത്തോടുള്ള അടുപ്പം മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ആ തീവ്രവാദത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി അമേരിക്ക ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം പാകിസ്ഥാനെ അടപടലം പൂട്ടിയാണ് ഇന്ത്യ പണി കൊടുത്തത്. പാകിസ്ഥാന്റെ സാമ്പത്തികത്തെ എല്ലാം അടപടലമാണ് ഇന്ത്യ തകർത്തു വാരിയത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് വീണ്ടും ഇന്ത്യക്കിട്ട് പണിയാൻ ഇറങ്ങി തിരിച്ച അമേരിക്ക ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പാകിസ്ഥാനെ കിട്ടിയത് കൊണ്ടൊന്നും തികയാത്തത് കൊണ്ടാവാം ട്രംപിന്റെ താളത്തിനൊത്ത് തുള്ളാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്തായാലും ജൂലൈയിൽ പാകിസ്ഥാൻ സന്ദർശിച്ച മൈക്കിൾ കുറില്ലയ്ക്ക് പാക് പരമോന്നത സിവിലിയൻ അവാർഡായ നിഷാൻ-ഇ-ഇംതിയാസ് നൽകി ആദരിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ധൂർ നടന്ന ആഴ്ചയ്ക്കുള്ളിൽ അസീം മുനീർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. 2 മാസം മുമ്പ് അമേരിക്ക നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ച് 5 ISIS ഹൊറാസൻ ഭീകരരെ പാകിസ്ഥാൻ പിടികൂടിയിരുന്നു. ഭീകര വിരുദ്ധ ലോകത്ത് പാകിസ്ഥാൻ അസാധാരണ പങ്കാളിയാണെന്നും അതുകൊണ്ട് നമുക്ക് പാകിസ്ഥാനുമായും ഇന്ത്യയുമായുള്ള ബന്ധം ഉണ്ടായിരിക്കണം എന്നാണ് അന്ന് കുറില്ല പറഞ്ഞത്. US സെൻട്രൽ കമാൻഡർ ജനറൽ മൈക്കിൾ കുറില്ലയുടെ യാത്രയയപ്പ് ചടങ്ങിൽ മുനീർ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ മാസം അവസാനമാണ് കുറില്ല വിരമിക്കുന്നത്. പാകിസ്ഥാനെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ പങ്കാളി എന്ന് വിശേഷിപ്പിച്ച ആളാണ് ഈ മൈക്കിൾ കുറില്ല. എന്നാൽ പാകിസ്ഥാന്റെ പ്രവർത്തികൾ എങ്ങനെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ തോന്നിയത് എന്നാണ് അതിൽ ഉയർന്ന ഒരു കൗതുകം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച